കളകളം പൊഴിച്ചുകൊണ്ടൊഴുകുന്ന പുഴയിലെ കുളിരോലും നീരിലും നോവിൻ്റെ കണ്ണുനീർത്തുള്ളികൾ, ഹൃദയത്തിലെരിയുന്ന ചിന്തിക്കനലുകളൊക്കെയും കെടുത്തുവാൻ കഴിയില്ല പേമാരിയിലും. സർവേശ സൃഷ്ടികൾ സൂര്യചന്ദ്രന്മാരും മിന്നുന്ന താരാഗണങ്ങളും പിന്നെ പൂനിലാവും പാരിതിൽ പൂങ്കാറ്റും പൂക്കളും സർവസൃഷ്ടിജാലങ്ങളും അഴകഴും ധരയുടെ ഹരിതാഭയും പോയി മറയുമോ? കേഴുന്നു അമ്മയാം ഭൂമി ആയുധം പോലെ ആഴ്ന്നിറങ്ങുന്നു മാറി മൂർച്ചയുള്ളതാം കാരിരുമ്പിൻ്റെ ചീളുകൾ, മഹിമയുള്ളതാം സൗഖങ്ങൾ ചമയ്ക്കുവാൻ ഒരു മൺതരിക്കായി കൊതിക്കുമോ വരും തലമുറ നാമ്പുകളൊക്കെയും? കൊയ്ത്തും മെതിയും പൈങ്കിളിപ്പാട്ടും കേൾക്കുമോ ഈ പുണ്യകേദാരഭൂവിൽ? കേഴുന്നു വസുന്ധര പിന്നെയും വ്യഥയോടെ, മർത്യൻ്റെ യാത്ര എവിടെ വരെ എന്നോർത്തു ധരയും അഹല്യയായി നിലച്ചുപോയി. മുഖവുമായി ഒരു വയസ്സിനായിരിക്കും കാണാൻ അച്ഛനും അമ്മയും ഇന്നയിന്ന് പാവങ്ങളും ശരിക്കൂ. അടുത്തതായി ആശാലത പ്രജി. കേട്ടവർ ചൊല്ലുന്നു, ചൊല്ലുന്നത് കേട്ടതെല്ലാം കാതു തകർത്തും കള്ളത്തരങ്ങൾ കല്യാണിക്കാരും തിരിച്ചറിയണം. കവികളാണല്ലോ അറിയുക, അത് മഹത്തായ ശീലം. ഗാഭേയനായി വളർന്നാൽ നെഞ്ചേറ്റിയവൻ കണ്ണുകളിൽ നിറയെ കണ്ണുനീർ പോയി കാത്ത സൂര്യപുത്രൻ തനേരി തേരുചക്രം മണ്ണിൽ താഴു പോയപ്പോഴും മനസ്സും പതാതെ എല്ലാം അറിയാമെങ്കിലും കണ്ണൻ തിരക്കൊടിയിലവായ പുത്രൻ നിന്റെ രക്ഷയ്ക്കായി ചാരിയുണ്ടല്ലോ. ഇനി വരുക പൊയ്പോയതൊന്നും തിരിച്ചു പിടിക്കാനാകില്ല, ചേർത്ത് വയ്ക്കുന്നതൊന്നും കൂടെ കൂട്ടാനുമാവില്ല. അമ്മയും മുക്തം ഇനി ലഭിക്കില്ല, അച്ഛൻ്റെ നെഞ്ചിലെ രോമം പിടിച്ചു വലിക്കാനാവില്ല, അവരുടെ മടിയിൽ തല ചായ്ച്ചുറങ്ങാനുമാവില്ല. എന്തിനധികം അവരുടെ സ്നേഹമിന്ന് നഷ്ടസ്വപ്നം മാത്രം. പുസ്തകസഞ്ചിയും അലൂമിനിയം ചുവറ്റുപാത്രവും നഷ്ടമായി. പെറ്റിക്കോട്ടിട്ട് കുളത്തിലും പുഴയിലും കുളിക്കാൻ ഇനിയാവില്ല. അയിനിക്കാവിള തിന്നാൻ ഇനി ആരും തരില്ല. ആഞ്ഞിലിക്കുരു വറുത്തു തരാൻ അമ്മയൊന്നില്ല. പ്ലാവിലെ കുമ്പിളിൽ കഞ്ഞി കോരി
തേങ്ങ ചുട്ട ചമ്മന്തിയും കൂട്ടി കഴിക്കുവാൻ എന്നും കൊതി. പെട്ടുകൾ എങ്ങോ നഷ്ടമായി, തേടിയാലും കിട്ടില്ലത്. ബാല്യമേ, നീ ഒന്ന് തിരികെ വരുമോ? എന്നോ പിണങ്ങിപ്പോയി. കൊച്ചിൻ സാഹിത്യ അക്കാദമി 16 വർഷങ്ങൾ നീണ്ട പ്രവർത്തനത്തിൽ ഇന്ന് 2ാം ദേശീയ കാവ്യമാമാങ്കം പള്ളുരുത്തിയിലെ ശ്രീ മാരമ്പള്ളി സഭ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ജസ്റ്റിസ് PS ഗോപിനാഥ് സാറ് മലയാള അക്ഷരത്തിൻ്റെ ചൊല്ലുകൾ കടമെടുക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മഹാസന്ദേശങ്ങളായി ഉരുവിട്ട ഓരോ വാക്കുകളും അടുത്ത വർഷത്തെ കാത്തിരിക്കുന്ന ഈ ലോകം മുഴുവൻ അറിയാനായിട്ട് വെമ്പൽ കൊള്ളുന്ന 3ാമത് കാവ്യമാമാങ്കത്തിൻ്റെ തുടക്കമെന്ന വിധം 151 പേരുടെ കാവ്യമാമാങ്കം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. K. വേണുഗോപാൽ ഭദ്രദീപം കൊളുത്തി. ആ പ്രകാശം ഇപ്പോഴും ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ഓരോ പ്രവൃത്തിയും കേരളത്തിൻ്റെ വിദേശത്തു നിന്നും ഭാരതത്തിൻ്റെ ഓരോ മൂലകളിൽ നിന്നുമൊക്കെ എത്തിയിട്ടുള്ള കവിമാരും കവയത്രികളും ഇപ്പോൾ തകർത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കാവ്യമാമാങ്കം ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. വലിയ സാഹിത്യ അക്കാദമികളൊക്കെ ഇപ്പോൾ പോലും അടുത്ത പരിപാടികൾ നടത്താൻ പോലും ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. സാഹിത്യ പ്രതിഭകൾ കേരളത്തിൻ്റെ അഭിമാനങ്ങളാണ്. സാഹിത്യ സംസ്കാരം കേരളത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിൻ്റെ സാഹിത്യ സദ്ഭാവന പ്രവൃത്തികൾ കൊണ്ട് ജ്ഞാനപീഠ അവാർഡുകൾ മറ്റ് പത്മശ്രീകളെല്ലാം സാഹിത്യത്തിലാണ് കേരളത്തിൽ കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ഇനിയും ലഭിക്കാനും അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാവുന്ന കടമകൾ ഞങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമാണ്. ഇനിയും കാവ്യ മാമാങ്കത്തിലൂടെ ഒരുപാട് പ്രതിഭകളെ കേരളത്തിന് സംഭാവന ചെയ്യാനാണ് 2ാം കാവ്യ മാമാങ്കം ഇവിടെ പൊടിപൊടിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ അടുത്ത വർഷവും ഇതുപോലെ ഗംഭീരമായി നടത്താൻ കേരളത്തിലെ കാവ്യ ശിരോമണികൾ ഇതിലേക്ക് കടന്നു വരികയും അവർ ഈ വേദികളിൽ എത്തിച്ചേരുകയും അവർ വഴി ഇത് ഗിന്നസ് ബുക്കിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം കൂടി ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നുകൊണ്ട് ലഭിക്കുമാറാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി റോബിൻ പള്ളുരുത്തിക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അക്കാദമിയുടെ 2024 വർഷത്തെ കാവ്യമാമാങ്കം ദേശീയ കാവ്യമാമാങ്കത്തിൻ്റെ 2ാം ഭാഗമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്നുള്ള കലാസ്നേഹികളും കവിതാസ്നേഹികളും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇങ്ങനൊരു വേദി സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണെങ്കിൽ സാഹിത്യത്തെ സ്നേഹിക്കുന്ന സാഹിത്യസ്നേഹികളുള്ളിടത്തോളം കാലം ഇത് പ്രാവർത്തികമാക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന ഈ കാവ്യമാമാങ്കം. കൊച്ചിൻ സാഹിത്യ അക്കാദമിക്ക് അതിനൊരു തുടക്കം കുറിക്കുവാനും അതോടൊപ്പം തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാനും കഴിയുന്നുണ്ട് എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ ജസ്റ്റിസ് ഗോപിനാഥൻ സാറ് ഉദ്ഘാടനം ചെയ്ത കവിയരങ്ങ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ കാവ്യമാമാങ്കത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ റെക്കോർഡൊക്കെ കൂടിയാണ്. 151 കവികൾ ഇവിടെ കവിത ചൊല്ലുന്നു എന്നുള്ളത്
പള്ളിയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുന്നതോടൊപ്പം തന്നെ ചരിത്ര പുസ്തകത്തിൽ ഇടപെടുകയാണ്. ഇതിനെ സഹായിക്കുന്ന ഒട്ടേറെ സൗഹൃദങ്ങളും സാഹിത്യത്തെ സ്നേഹിക്കുന്ന കൊച്ചു സാഹിത്യ അക്കാദമിയുടെ അമരക്കാരെ അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ രക്ഷാധികാരികളായ രാജൻ ടീച്ചർ, വേണുവേമ്പള്ളി, അതുപോലെ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളുമായ നിരവധി അംഗങ്ങൾ, എല്ലാവരും പേരുകളെടുത്ത് പറയാനാണെങ്കിൽ എല്ലാവരുടെയും സേവനവും സഹകരണവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും മുന്നിട്ടാണ്. ഇന്നിവിടെ പുരസ്കാരങ്ങൾക്ക് അർഹരായ ഈ ഗീതാ ദിവാകരൻ, മണി തൃക്കണങ്കോട്, അതുപോലെ സന്തോഷന്മാറ, ഇവരെല്ലാവരും തന്നെ കേരളത്തിൻ്റെ നാനാഭാഗത്തും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളാണ്. ഇനിയും ഒരുപാട് പേർക്ക് ഇവിടെ പ്രതിഭാ പുരസ്കാരങ്ങളും അതുപോലെ തന്നെ കവിതയെല്ലാമുള്ള അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പുരോഗമിക്കുകയാണ്, എല്ലാ ഭാഗങ്ങളും നേരുകയാണ്. വീണ്ടും ഇങ്ങനൊരു അവസരത്തിൽ നമുക്ക് ഒത്തുചേരാൻ പറ്റുമെന്നുള്ള ആശ്വാസത്തോടെ അല്ലെങ്കിൽ വിശ്വാസത്തോടെയാണ് എല്ലാവരോടും പറഞ്ഞത്. എല്ലാവരും ആശംസകളും നേരിടുന്നു. ഈ സംരംഭം എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. കാരണം ഇതുവരെ പ്രകാശം കാണാൻ അവസരം കിട്ടാത്ത വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നു. അവരുടെ കഴിവുകൾ കണ്ട് ഞങ്ങൾ അതിശയപ്പെട്ടു. ഇവരെല്ലാം ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ മുൻകഴിയുന്നത് ഇന്ത്യയും മോദിയെയും ഞാൻ അംഗീകരിക്കാൻ അഭിനന്ദിക്കുക. അങ്ങനെയുള്ള വേദി ഒരുക്കുകയും ഈ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന സാഹിത്യകാരികളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവർക്കൊരവസരം കിട്ടിയിരിക്കുന്നു. ആ കവിതകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് മാസികകളിലൊക്കെ അവരുടെ കവിതകൾ വരാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങളിലൂടെ ആ കവിതകൾ വായിക്കാൻ കഴിയുമ്പോൾ ഇനിയും ഒരുപാട് കവികൾ ഈ രംഗത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ നാടിന് നല്ലൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ കഴിയും കൂടിയാണ്. ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെയും ഞാൻ പ്രത്യേകം കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ സന്തോഷപ്രദമായ ഒത്തുചേരൽ കാവ്യമാമാങ്കം, ഇതിന് എല്ലാവിധ ആശംസകളും ഇനിയും വർഷങ്ങളിൽ ഇതിലും ഉയരത്തിൽ എത്തി ഈ പള്ളുരുത്തിയെ എല്ലാവിധ ഇടങ്ങളിലേക്കും, പള്ളുരുത്തിയുടെ പേര് കേരളത്തിൻ്റെ എന്നല്ല എല്ലാ പുറം രാജ്യങ്ങളിലേക്കും എല്ലാ രീതിയിലും ഈ കാവ്യമാമാങ്കം ഉയരട്ടെ എന്നുള്ള ആശംസകൾ മാത്രം നൽകിക്കൊണ്ട് ഇതിൻ്റെ പിന്നിലും മുന്നിലും നിന്ന് പ്രവർത്തിക്കുന്ന കൊച്ചിൻ സാഹിത്യവേദിയുടെ എല്ലാ ആൾക്കാർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. സാഹിത്യ അക്കാദമിയുടെ വളരെ വിശിഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ വാർഷികാഘോഷത്തോടുകൂടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ, വിദേശത്തു നിന്ന് പോലും എത്തിയ കവികൾ ഇവിടെ ആലാപനം നടത്തുന്നു, കവിതാലാപനം നടത്തുന്നു. ഈ കവിതാലാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നവപ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ സർഗവാസനകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നല്ല സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മളുടെ ഈ മുന്നേറ്റം. ഇനിയും കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ ഈ പ്രവർത്തനത്തിലൂടെ പുതിയ രചയിതാക്കൾ ഉണ്ടാവട്ടെ, പുതിയ സർഗപ്രതിഭകൾ ഉണരട്ടെ എന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഉള്ള പ്രവൃത്തി മുന്നോട്ട് പോകും. അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകമായ രാജ്യത്തിൻ്റെ ഒരു സവാനം പണി പൂരുളാകും സുരസേവിത പൂജിതേ, ചതുവേദ പൂരുളാകും സുരസേവിത പൂജിതേ, കുടജാദ്രിയിലമരും
മൂകാംബികേ